ഉത്തരേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും മലയാളികൾക്ക് നാട്ടിലേക്ക് എത്താനുള്ള പ്രധാന റെയിൽപാതയാണ് കൊങ്കൺ. പക്ഷേ ഈ പാതയിൽ ട്രെയിനുകളുടെ വൈകിയോട്ടം പതിവ് ദുരിതമാണ്. മഴക്കാല ടൈം ടേബിൾ കൂടി നിലവിൽ വന്നതോടെ യാത്രാസമയം ഇനിയും കൂടും. സർവീസ് തുടങ്ങി 28 കൊല്ലമായിട്ടും യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കാനുള്ള കാതലായ വികസന പ്രവർത്തനങ്ങളൊന്നും ഈ പാതയിൽ ഉണ്ടായിട്ടില്ല. കൊങ്കൺ റെയിൽവേയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിസന്ധിയിലാകുന്നത് യാത്രക്കാരാണ്. കാണാം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കുരുക്കിയിടുന്ന കൊങ്കൺ. ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അസാധ്യമെന്ന് തോന്നിയത് സാധ്യമായി. 90ഓളം ചെറുതും വലുതുമായ തുരങ്കങ്ങളും 2000-ലേറെ പാലങ്ങളും എല്ലാം ചേരുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ് കൊങ്കൺ പാത. ഇ ശ്രീധരൻ എന്ന എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ നേട്ടം കൂടിയാണ് കൊങ്കൺ റെയിൽവേ. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. പക്ഷേ വികസന കാര്യത്തിൽ അനന്തമായി വൈകിയോടുന്ന ട്രെയിൻ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒറ്റവരിപ്പാതയിൽ കിതച്ചോടുകയാണ് കൊങ്കണിലൂടെ പോകുന്ന ട്രെയിനുകൾ സമയക്രമം പാലിക്കുന്നതാണ് ഈ പാതയിലെ കൗതുക വാർത്ത. മഹാരാഷ്ട്രയും ഗുജറാത്തും അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് കൊങ്കൺ വഴിയുള്ള യാത്ര ക്ഷമയുടെ പരീക്ഷണം കൂടിയാണ്. അതിനിടെയാണ് മൺസൂൺ ടൈം ടേബിൾ കൂടി വരുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വർഷാവർഷം 5 മാസത്തോളം ഇങ്ങനെയൊരു സംവിധാനം. വേഗം 40 കിലോമീറ്ററിലേക്ക് കുറച്ചാവും ഇനി ട്രെയിനുകൾ ഈ വഴി കടന്നു പോകുക. ഫലം, നാട്ടിലെത്താൻ സമയം കൂടുതലെടുക്കും. ഒന്ന്, ഒരു ഗോവ ബോംബെ സ്പെഷ്യൽ ട്രെയിന് വൈഭവവാടി എന്ന് പറഞ്ഞ സ്റ്റേഷന് അടുത്ത് താഴേക്ക് വീണു. രണ്ടാമത്തേത് മത്സ്യഗന്ധ എക്സ്പ്രസ് 2004 ജൂണില് അതൊരു ചെറിയ ഒരു തോട് മാതിരിയുള്ള സ്ഥലത്തോട്ടാണ് വീണത്. പക്ഷെ ഇതിനകത്തൊക്കെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ പുറപ്പെടുവിച്ചൊരു ഉത്തരവാണ് നിങ്ങൾ അത് ശരിയാക്കുന്നത് വരെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളത്. അത് മുതലെടുത്തുകൊണ്ട് അവര് 21 വർഷമോ മറ്റോ ആയിട്ട് ഇത് തുടരുകയാണ് മൺസൂൺ ടൈം ടേബിൾ. അതിന് യാതൊരു കാരണവുമില്ല. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിലായാലും കൊള്ളാം, ഏത് യാത്രാ സംവിധാനത്തിലായാലും നടന്നു പോയാൽ പോലും നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. മഴക്കാലത്ത് അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം ഇവര് 741 കിലോമീറ്ററും 5 മാസത്തോളം മൺസൂൺ ടൈം ടേബിൾ എന്ന് പറഞ്ഞ് തുടരുകയാണ്. ഇത് കാരണം നമുക്ക് പകുതി വണ്ടികളെ ഓടിക്കാൻ പറ്റുള്ളൂ. കൊങ്കൺ റെയിൽവേയിൽ മാത്രമല്ല, ഈ നേത്രാവതി എക്സ്പ്രസ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മംഗലാപുരം കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി കഴിയുമ്പോൾ സദേൺ റെയിൽവേ ആണെങ്കിൽ പോലും അതിന്റെ 2 പാതകളാണ്. ആ പാതയിൽ നമുക്ക് കേരളത്തിൽ വേറെ ഒരു ട്രെയിൻ ഓടിക്കാമല്ലോ. ഒരുപക്ഷെ കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് വരുന്നതോ മംഗലാപുരത്തോ അതിന് അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു വലിയ തെറ്റാണ് ഇവർ ചെയ്യുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൊങ്കണിലെ മൺസൂൺ കാല നിയന്ത്രണം അപകട സാധ്യത മുന്നിൽ കണ്ട് മാത്രമാണോ? വർഷാവർഷം മഴക്കാല തയ്യാറെടുപ്പുകളുടെ പേരിൽ പണമുണ്ടാക്കുന്നവരുണ്ടോ? 28 വർഷമായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ലേ? ഇനി ഉണ്ടാവുകയില്ലേ? ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇതിന്റെ പുറകിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട്. മൺസൂൺ ടൈം ടേബിൾ മൺസൂൺ സമയത്ത് ഇവരെന്ത് ചെയ്തു? കൊങ്കൺ റെയിൽവേ കുറച്ച് കോൺട്രാക്ട് കൊടുക്കും ചില ആൾക്കാർക്ക്. അവരെ ഉദാഹരണം പറഞ്ഞാൽ അടവലി സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടെന്റൊക്കെ കെട്ടിയിട്ട് ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ അവിടെ കാവലിരിക്കും. ഇതിന്റെ പുറകിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട്. അത് അവരുടെ ലാഭമാണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ അഴിമതി, വളരെ ക്രൂരമായ ലെവലിൽ അഴിമതി നടത്തുന്നവരോട് എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളം, മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യൻ റെയിൽവേക്കും ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. വികസന പ്രവർത്തനത്തിന് പണം വേണം. ഇന്ത്യൻ റെയിൽവേയിൽ കൊങ്കൺ റെയിൽവേയെ ലയിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകൾ സമ്മതം അറിയിച്ചിട്ടും അക്കാര്യത്തിലും നടപടിയായില്ല. കൊങ്കൺ പാതയിൽ ഇനി എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ ചെലുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ എംപിമാരടക്കം കൊങ്കൺ പാതയിലെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടണം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.